ഗതാഗതക്കുരുക്കിൽ ഏറ്റവും കൂടുതൽ യാത്രാ ദുരിതം അനുഭവിക്കുന്നത് സ്വകാര്യ ബസ് ജീവനക്കാരും ഓട്ടോറിക്ഷ തൊഴിലാളികളുമാണ്. കേരളത്തിലെ ഏറ്റവും തിരക്കുള്ള വൈറ്റ്ല ജംഗ്ഷനിൽ മേൽപ്പാലം വന്നതോടെ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള പെടാപ്പാടിൽ സ്വകാര്യ ബസ് ജീവനക്കാരും ഓട്ടോ ഡ്രൈവർമാരും തെരുവിൽ വീർപ്പുമുട്ടുകയാണ്. എന്താ അധികാരികൾ ഇതൊന്നും കാണുന്നില്ലേ? ഇവിടെ മേൽപ്പാലം വന്നെങ്കിലും യാതൊരു ഗുണവും വാഹനയാത്രക്കാർക്ക് കിട്ടുന്നില്ലെന്നാണ് ആക്ഷേപം. ഇവിടെ വാഹനം ബ്ലോക്കായി കിടക്കുമ്പോൾ അവയിൽ നിന്നും പുറത്തു വരുന്ന വായുമലിനീകരണം വളരെ കൂടുതലാണ്. ഈ കാരണം പറഞ്ഞ് മലിനീകരണ ബോർഡ് ഒച്ചവെക്കാറുണ്ട്. ഇത്തരം മലിനീകരണം ഉണ്ടാകാനുള്ള കാരണം ഇവിടെ വാഹനങ്ങൾ ബ്ലോക്കാകുമ്പോഴാണെന്ന് എല്ലാവർക്കും അറിയാം. അത് ഇല്ലാതിരിക്കാനുള്ള പരിഹാരം അധികാരികൾ തന്നെയാണ് ഇവിടെ ചെയ്യേണ്ടത്. പാലം വന്നിട്ട് നമ്മൾ ബസ്സുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബസ്സുകാർക്ക് ദോഷമാണ്. കാരണം ഓരോ ദിവസവും രണ്ട് ട്രിപ്പ് ഡെയിലി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാമ്പത്തികം അതുപോലെ തന്നെ ഇന്ധനനഷ്ടം എല്ലാം കൂടി നോക്കുമ്പോൾ മുതലാളിമാർക്ക് ഒരു മാസം ലഭ്യമായ നഷ്ടങ്ങളുണ്ട്. മിക്ക ദിവസങ്ങളിലും ട്രിപ്പ് തയ്ച്ചോളാൻ പറ്റുന്നുണ്ട്. കാരണം ഇവിടുന്നൊക്കെ കുഴപ്പമില്ല. കിടപ്പിൽ ചെല്ലുമ്പോൾ എല്ലാവരും ഈ കുട്ടികൾക്ക് പോലെ അവിടെ ചെന്നിട്ട് ബുദ്ധിമുട്ടുകൾ മിക്ക ദിവസങ്ങളിലും ഓപ്പറമാൾ അല്ലെങ്കിൽ പൈപ്പ് ലൈൻ തുടങ്ങി ബ്ലോക്ക് വരെയാണ്. അതിനൊരു പരിഹാരം കാണാനായിട്ട് സത്വര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വൈകുന്നേരം രാവിലെയാണ് കൂടുതൽ തിരക്കല്ലേ? രാവിലെ ഈ ഉച്ച സമയത്ത് ചില ദിവസങ്ങളുണ്ടാവുള്ളൂ. പൂർണ്ണം വന്നത് വൈകിട്ടും രാവിലെ. അതായത് ജീവിതത്തിന് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റുള്ള അതിന് പഴയ പോലത്തെ ഓട്ടം കിട്ടണില്ല. അത് മൊത്തത്തിൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും മിക്ക ബസ് ട്രിപ്പ് പോവുകയാണ്. ഒന്നിലേക്ക് ഇവിടെ എത്താൻ പറ്റില്ല, അല്ലെങ്കിൽ അവിടെ എത്താൻ പറ്റില്ല. ഓരോ സ്ഥലത്തും എത്താൻ പറ്റില്ല. ബസ് ഓടിയില്ലാന്ന് പറഞ്ഞ പരാതിയും പറയും. അതുകൊണ്ടുള്ളതാണ് ഡീസൽ ചെലവും കൂടുതലും. നമുക്ക് അവർക്ക് ശമ്പളത്തിലുള്ള തട്ടിങ് വരും. എന്നാൽ ഏറ്റവും തിരക്കുള്ള വൈറ്റ്ല ജംഗ്ഷനാണ് ആദ്യം വികസനം നടത്തേണ്ടത്. അതിനുവേണ്ടി ഇവിടെയുള്ള MLAയും MP യും മറ്റു ജനപ്രതിനിധികളും ഇതിനുവേണ്ടിയുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഓട്ടോറിക്ഷ തൊഴിലാളികളും സ്വകാര്യ ബസ് ജീവനക്കാരും പറയുന്നത്.